ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. സ്വാതന്ത്ര്യദിനമായതിനാൽ ഇന്ന് തിരച്ചിൽ ഉണ്ടാകില്ല. അത് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും ട്രക്കിന്റെ ഭാഗങ്ങളും കയറു ലഭിച്ചയിടത്ത് പരിശോധന തുടരും. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ മാൽപ്പയും സംഘവും നേവി ടീമും ഗംഗാവലിയിൽ തിരച്ചിൽ തുടരും. നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടും ഇന്ന് തിരച്ചിൽ നടത്തുന്നില്ല. സ്വാതന്ത്ര്യദിന പരേഡ് ഉൾപ്പെടെ നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഒരു കാരണവശാലും തിരച്ചിൽ അവസാനിപ്പിക്കില്ലെന്നും ഇതോടൊപ്പം ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകുന്നുണ്ട്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുന്നതിന് മുൻപ് തന്നെ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈശ്വർ മാൽപ്പെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് മണ്ണുണ്ട്, ആ മണ്ണ് എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കയർ മാത്രമേ കിട്ടിപ്പോ 4 കയറുണ്ട്. ആ 4 കയറിൽ നോക്കുക ഒരു 10 അടിയിൽ നോക്കുന്ന ഒരു വണ്ടി മാതിരി இருக்குது, ഒരു സ്ട്രൈറ്റ് ആയിട്ട്. അപ്പോൾ കീഴே இருக்குது വണ്ടി മണ്ണിൽ ഉള്ളുവെന്ന് ആ മണ്ണെടുത്ത് ഒരു കൺഫർമോ. അർജുന്റെ ട്രക്കിൽ തടികെട്ടാൻ ഉപയോഗിച്ച കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ദൗത്യത്തിൽ നിർണായകമാണ്. കരയിൽ നിന്നും 50 അടി മാറി 30 അടി താഴ്ചയിൽ നിന്നാണ് കയറിന്റെ ഭാഗം കണ്ടെത്തിയത്. 10 അടി വ്യത്യാസത്തിൽ 3 ഇടങ്ങളിൽ കയറിന്റെ ഭാഗമുണ്ടെന്നും ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കുന്നു. ഇത് സൂചനയായി കണക്കാക്കിയാൽ തീർച്ചയായും ഈ മേഖലയിൽ ട്രക്ക് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. നാളെ മുതൽ നടക്കുന്ന തിരച്ചിൽ പൂർണ്ണമായും ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും. റിപ്പോർട്ടർ ഷിരൂർ, കർണാടക.